ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്, തിത്തിരി കിളിയും ചങ്ങാതിമാരും എന്ന പാഠഭാഗമാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അപ്പോൾ അമല് പറയാണ്, ഹേ എ ലിറ്റിൽ ബേർഡ്, അതാ ഒരു കിളി, ആ മരപ്പൊത്തിൽ അതാ ഒരു കിളി എന്ന്. അപ്പോൾ ഇമ്മ, ലെറ്റ്സ് ടേക്ക് ഹെർ ടു ഹെർ മോം, നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്തെത്തിക്കാം. നിങ്ങളും ഇതുപോലെ കുഞ്ഞിക്കിളികളെയൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ? അമ്മക്കിളിയുടെ അടുത്തെത്തിക്കാമെന്നൊക്കെ. നമ്മളിപ്പോൾ കാണുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പേരെന്താണ്? അമലും ഇമ്മയും. അമലു പറയാണ്, മസ്റ്റ് കീപ് ഹെർ സേഫ് ഫ്രം ക്രോസ് ആൻഡ് കാറ്റ്സ്. നമുക്ക് ഈ കുഞ്ഞിക്കിളിയെ എങ്ങനെ രക്ഷിക്കണം? കാക്കയിൽ നിന്നും പൂച്ചയിൽ നിന്നും ഒക്കെ രക്ഷിക്കണം. അപ്പോൾ ഇമ്മ പറയാണ്, യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായും. വാട്ട്സ് ഹെർ നെയിം? അപ്പോൾ ഒരു ഡൗട്ട് ചോദിക്കുകയാണ് അല്ലേ അമല്. നമുക്കെല്ലാവർക്കും പേരില്ലേ, അതുപോലെ തന്നെ ഈ കിളിയുടെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇമയോട്. അപ്പോൾ ഇമ പറയാണ്, ലെറ്റ്സ് കോൾ ഹെർ തിത്തിരി, നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം? തിത്തിരി എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പെറ്റ്സൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ആ പെറ്റ്സിൻ്റെ ഒക്കെ പേരെന്താണ്? ആ പേരുകളൊക്കെ എനിക്കും കൂടി പറഞ്ഞു തരണം കേട്ടോ. ലാലി കാറ്റ് tiptoed in to catch the little bird. നമ്മുടെ ലാലി പൂച്ച അപ്പോൾ പമ്മി വന്ന് ആ കിളിക്കുഞ്ഞിനെ പിടിക്കാനായിട്ട് നോക്കുകയാണ്. കണ്ടില്ലേ, ജനലിൻ്റെ അടുത്ത് ആൾ നിൽക്കുന്നുണ്ട്. അമൽ ഗോട്ട് എ സ്റ്റിക്ക് ആൻഡ് ചേസ്ഡ് ദ കാറ്റ് എവേ. അങ്ങനെ പൂച്ച നിൽക്കുന്നത് കണ്ടപ്പോൾ അമൽ ഒരു വടി എടുത്തിട്ട് പൂച്ചനെ അടിക്കാൻ ഓടിപ്പോവുകയാണ്. ഔട്ട്, പോ പൂച്ച എന്നാണ് പറയുന്നത്. ഓ വേർ ഈസ് തിത്തിരി? അപ്പോഴാണ് ഇമ നോക്കുന്നത്, നമ്മുടെ തിത്തിരിയെ കാണുന്നില്ല. പൂച്ച വന്നപ്പോൾ പേടിച്ച് തിത്തിരി എവിടെയോ ഒളിച്ചു. ദ സെർച്ച്ഡ് ഫോർ തിത്തിരി എവരിവേർ. അവർ രണ്ടുപേരും തിത്തിരിയെ ഇങ്ങനെ തേടി നടന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് നോക്കുന്നത്? അമലതാ ചെയറിട്ട് അലമാരയുടെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. നോട്ട് ഓൺ ദ അൽമിര, അൽമീരയുടെ മുകളിൽ ഇല്ല. അപ്പോൾ മുകളിൽ എന്ന് പറയാൻ എന്താണ് ഉപയോഗിച്ചത്? ഓൺ. അപ്പോൾ അമല് ടേബിളിന് മുകളിലാണ് നോക്കിയിരുന്നെങ്കിലോ എന്താണ് പറയുക? നോട്ട് ഓൺ ദ ടേബിൾ, ടേബിളിന് മുകളിൽ ഇല്ല. അപ്പോൾ ഇനി നമ്മൾ എന്താണ്, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ എന്തുപയോഗിക്കണം? ഓൺ. പിന്നെ ഇമ നോക്കിയത് എവിടെയാണ്? ബെഡിന് താഴെയാണ്. നോട്ട് അണ്ടർ ദ ബെഡ്. നേരത്തെ അൽമിരയ്ക്ക് മുകളിലാണ് നോക്കിയത്, അപ്പോൾ എന്ത് പറഞ്ഞു? നോട്ട് ഓൺ ദ അൽമിര. ഇനി ഓൺ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അണ്ടർ, താഴെ. നോട്ട് അണ്ടർ ദ ബെഡ്, താഴെ, ബെഡിനു താഴെയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, അണ്ടർ താഴെ. പിന്നെ അമൽ നോക്കിയത് എവിടെയാണ്? നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ സോഫ, നോട്ട് ബിഹൈൻഡ് ദ സോഫ. സോഫയുടെ മുന്നിലും പിന്നിലും നോക്കി, പക്ഷെ അവിടെ ഇല്ല. അപ്പോൾ ഏത് വാക്കാണ് യൂസ് ചെയ്തത്? ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുൻപിൽ. ബിഹൈൻഡ്, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ. അപ്പോൾ ഫ്രണ്ട് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ബിഹൈൻഡ്. മുന്നിലും പിന്നിലും ഇല്ല. കുഡ് നോട്ട് ഫൈൻഡ് ഹെർ എനിവേർ ഔട്ട്സൈഡ്. പുറത്ത് എവിടെയും കാണുന്നില്ല. ലെറ്റ്സ് ലുക്ക് ഇൻസൈഡ് ദ ഡോൾ ഹൗസ്. അപ്പോൾ അവർ ഒരു തീരുമാനത്തിലെത്തി, നമുക്ക് ഡോൾ ഹൗസിൻ്റെ, കളിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ കൂടി നോക്കാം. അകത്ത് എന്നർത്ഥം വരുന്നതാണ് ഇൻസൈഡ്. നമ്മുടെ വീടിൻ്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ്. യെസ്, ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ എവിടെയാണ് തിത്തിരി ഉണ്ടായിരുന്നത്? നമ്മുടെ ഡോൾ ഹൗസിന് ഇൻസൈഡ്, ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിത്തിരിയെ കാണാതായപ്പോൾ നമ്മളിപ്പോൾ എത്ര വാക്കുകൾ പഠിച്ചു? ഓൺ, മുകളിൽ. അണ്ടർ, താഴെ. ഓൺ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അണ്ടർ, താഴെ. പിന്നെയോ ഫ്രണ്ട്, മുൻപിൽ. ബിഹൈൻഡ്, പിന്നിൽ. ഇൻസൈഡ്, ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത്. ഔട്ട്സൈഡ്, പുറത്ത്. അപ്പം മറക്കരുത്, എല്ലാവരും പഠിക്കണം.
ഇവർ കണ്ടുപിടിച്ചപ്പോൾ തിത്തിരി പറയുകയാണ്, ഐ വാണ്ട് ടു സീ മൈ മോം. എനിക്കെൻ്റെ അമ്മയെ കാണണം. അപ്പോൾ രണ്ടുപേരും അവരോട് പറയാണ്, തിത്തിരിക്കിളിയോട് പറയാണ്, ഡോണ്ട് വറി, വി വിൽ ഫൈൻഡ് ഹെർ. പേടിക്കണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം. നിങ്ങൾക്കും അങ്ങനെയാണ് അല്ലേ? കുറേ സമയം അമ്മയെ കാണാതിരുന്നാൽ സങ്കടം വരില്ലേ? അപ്പം അതുപോലെ തന്നെയാണ് തിത്തിരിക്കിളിയും. തിത്തിരിക്കിളിക്ക് സങ്കടമായി അമ്മയെ കാണാതെ. അവരൊരു പിന്നെ പോയത് പശുവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ തിത്തിരി ചോദിക്കുകയാണ്, ആർ യു മൈ മോം? നിങ്ങളെൻ്റെ അമ്മയാണോ? അപ്പോൾ പശു എന്തു പറയും? ഐ ഹാവ് ഓൺലി വൺ കിഡ്. എനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ. വൺ എന്ന് പറഞ്ഞാൽ ഒന്ന്. ഒരു 3 പേരും തിത്തിരിക്കിളിയുടെ അമ്മയെ തിരഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ആർ യു മൈ മോം? തിത്തിരിക്കിളി ഒരു കാറ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അമ്മയാണോ? അപ്പോൾ ആ കാറ്റ് പറയുകയാണ്, ഐ ഹാവ് 2 കിഡ്സ്, നൺ ലുക്സ് ലൈക്ക് യു. നിന്നെപ്പോലെ ഒരു കുഞ്ഞ് എനിക്കില്ല. എനിക്കുള്ളത് 2 കുഞ്ഞുങ്ങളാണ്. കണ്ടില്ലേ? പൂച്ചയുടെ കുഞ്ഞ് എങ്ങനെയായിരിക്കും? പൂച്ചയെപ്പോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണുള്ളത്? 2 കുഞ്ഞുങ്ങൾ. 1 2 2 കുഞ്ഞുങ്ങളാണ്. ദേ സോ എ ക്രോസ് നെസ്റ്റ്. പിന്നെ അവർ കണ്ടത് ഒരു കാക്കക്കൂടാണ്. ഈസ് ദിസ് യുവർ കിഡ്? അപ്പോൾ അവർ വീണ്ടും ചോദിക്കുകയാണ് കാക്കയോട്, ഇത് നിൻ്റെ കുഞ്ഞാണോ? മൈ 3 eggs haven't hatched yet. അപ്പോൾ കാക്ക പറയാണ്, എനിക്ക് 3 മുട്ടകളുണ്ട്, പക്ഷേ അത് ഇതുവരെയും വിരിഞ്ഞിട്ടില്ല. മുട്ടകൾ വിരിഞ്ഞാലല്ലേ കാക്കക്കുഞ്ഞുങ്ങൾ ഉണ്ടാകൂ. അതുകൊണ്ട് ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് കാക്കയും പറഞ്ഞു. അപ്പോൾ എത്ര മുട്ടകളാണ് വിരിയാനുള്ളത്? 1 2 3. 3 മുട്ടകളാണ് വിരിയാനുള്ളത്. അറ്റ് ഹെൻ ആൻഡ് ഹെർ ഫാമിലി. ഒരു കോഴിയെയും അതിൻ്റെ ഫാമിലിയെയും അവർ പോകുന്ന വഴിയിൽ കണ്ടു. അപ്പോൾ ഇമ ചോദിക്കുകയാണ്, ഈസ് ദിസ് യുവർ കിഡ്സ്? ഇത് നിൻ്റെ കുട്ടിയാണോ? അപ്പോൾ ഹെൻ പറയാണ്, ഐ ഹാവ് 4 ബട്ട് നൺ ഈസ് ലൈക്ക് ദിസ് കിഡ്. എനിക്ക് 4 കുട്ടികളാണ്, പക്ഷേ ഈ കിളിക്കുഞ്ഞിനെ പോലെ അല്ല 4 പേരും. ദേ മെറ്റ് ഡോഗി ആൻഡ് ഹെർ കിഡ്സ്. പിന്നെ കണ്ടത് ആരെയാണ്? ഒരു നായയാണ് അല്ലേ? അപ്പോൾ തിത്തിരി വീണ്ടും ചോദിക്കുകയാണ്, ആർ യു മൈ മോം? നിങ്ങൾ എൻ്റെ അമ്മയാണോ? അപ്പോൾ നായ പറയുകയാണ്, ഐ ഹാവ് 5 കിഡ്സ്, ഡസ് എനിവൺ ലുക്ക് ലൈക്ക് യു? എനിക്ക് 5 കുട്ടികളാണുള്ളത്. അതിൽ ആരെങ്കിലും നിന്നെപ്പോലെയുണ്ടോ? ഇല്ല അല്ലേ? നായ്ക്കുട്ടികൾ കിളിക്കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലേ? ഡോഗ് എത്ര കുട്ടികളാണ് എന്നാണ് പറഞ്ഞത്? 5 കിഡ്സ് എന്നാണ് പറഞ്ഞത്. 1 2 3 4 5. 5 കുട്ടികൾ. 1 2 3 4 5 കുട്ടികൾ. കാറ്റിന് എത്ര കുട്ടിയായിരുന്നു? 2 കിഡ്സ്. 1 2 2 കുട്ടികൾ. കൗവിനോ? കൗവിന് ഓൺലി 1 കിഡ്. കോഴിക്ക് എത്ര മക്കളായിരുന്നു? 4. 1 2 3 4. തിത്തിരിയുടെ അമ്മയെ തിരഞ്ഞു നടന്ന് നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ? എത്രയൊക്കെയാണ്? 1 എന്ന് പറഞ്ഞാൽ 1, 2 2, 3 3, 4 4, 5 5. അപ്പോൾ എല്ലാവരും ഇത് എഴുതി പഠിക്കണം കേട്ടോ. ഹു ഓൾ ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? കൗണ്ട് ആൻഡ് റൈറ്റ് ഈച്ച്. ചിത്രത്തിൽ ആരൊക്കെയാണ് കാണുന്നത്? അവയുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ആരാണ്? ഒരു പശുക്കുട്ടിയാണ് അല്ലേ? എത്ര എണ്ണമാണുള്ളത്? 1. അപ്പോൾ അവിടെ 1 1 എന്ന് എഴുതുക. നെക്സ്റ്റ് താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലേ? അപ്പോൾ 1 2 3 4. 4 എണ്ണമാണ് ഉള്ളത്. 1 2 3 4. ഇനിയുള്ളതോ? ഡോഗ്. 1 2 3 4 5. എത്ര കുഞ്ഞുങ്ങളാണ്? 5 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇനി കാറ്റിൻ്റെ കുട്ടികൾ എത്രയാണ്? 1 2. 1 2
2 കുട്ടികൾ. ക്രോസിൻ്റെയോ 1 2 3 3 കുട്ടികളാണ്. ഇനി താഴെ തന്നിരിക്കുന്ന ബോക്സിൽ കണ്ടോ 1 2 3 4 5 എന്നെഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ താഴെയുള്ള ബോക്സിലേക്ക് കൂടി എഴുതണം. ഇമ ആൻഡ് അമൽ ഷോഡ് ദെയർ പിക്ചർ ബുക്ക് ടു തിത്തിരി. ദേ സാങ്. അമലും ഇമയും അവരുടെ ചിത്ര ബുക്ക് ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്? തിത്തിരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. വാട്ട് ഈസ് ഇൻ പേജ് 1? വൺ കാറ്റ് ഓൺ ദ ഫസ്റ്റ് പേജ്. 1 1 കണ്ടോ? ആദ്യത്തെ പേജിൽ എന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്താണുള്ളത്? ഒരു കാറ്റാണ് ഉള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻ പേജ് 2? 2 ബേർഡ്സ് ഓൺ ദ സെക്കൻഡ് പേജ്. 2 2 രണ്ടാമത്തെ പേജിൽ എന്താണുള്ളത്? 2 ബേർഡ്സ് ആണ് ഉള്ളത്. വാട്ട് ഈസ് ഇൻ പേജ് 3? 3 പാരറ്റ്സ് ഓൺ ദ തേർഡ് പേജ്. 3 3 മൂന്നാമത്തെ പേജിൽ എന്താണുള്ളത്? 3 പാരറ്റ്സ്. എത്ര പാരറ്റ്സ് ആണ്? 3 3. വാട്ട് ഈസ് ഇൻ പേജ് 4? 4 owls on the fourth page. 4 4. നാലാമത്തെ പേജിൽ എന്താണ്? 4 മൂങ്ങകളാണുള്ളത്. 1 2 3 4. വാട്ട് ഈസ് ഇൻ പേജ് 5? 5 mangoes on the fifth page. 5 5. അഞ്ചാമത്തെ പേജിൽ എന്താണ്? 5 മാങ്ങകളാണുള്ളത്. 1 2 3 4 5. And tell. See the picture. Say what all things you see. Among the chicks there is a big one. Among the ducks 2 big ducks. നിങ്ങൾ കാണുന്നത് എന്താണ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. Among the chicks there is a big one. Among the chicks എന്താണ്? കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട്. കണ്ടില്ലേ? അതിൻ്റെ അമ്മക്കോഴിയായിരിക്കും അല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നത് എമംഗ് ദ ഡക്സ് 2 ബിഗ് ഡക്സ്. താറാവുകളുടെ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട്. ഒന്ന് അച്ഛനും ഒന്ന് അമ്മയുമായിരിക്കും അല്ലേ? ഇൻ ദ ഫ്ലോക്ക്. സീ ദ പിക്ചർ. സേ ആൻഡ് റൈറ്റ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്ക് dash little ducks. At her back dash little ducks. 2 and 3 make 5. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്ക്. നമ്മൾ പഠിച്ചു അല്ലേ? ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മുൻപിൽ, അമ്മയുടെ മുൻപിൽ എത്ര കുട്ടികളാണ് ഉള്ളത്? എത്ര ഡക്സ് ആണുള്ളത്? 2 ഡക്സ് ആണ് ആ അമ്മ താറാവിൻ്റെ മുൻപിൽ ഉള്ളത് അല്ലേ? അറ്റ് ഹെർ ബാക്ക്, പിന്നിൽ എത്ര ഡക്സ് ആണുള്ളത്? ഒന്ന് എണ്ണി നോക്കൂ. 1 2 3. അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡക്ക് 1 2. എത്ര ഡക്സ് ആണ്? 2 ലിറ്റിൽ ഡക്സ്. അറ്റ് ഹെർ ബാക്ക് 3 ലിറ്റിൽ ഡക്സ്. 2 and 3 make 5. 2ഉം 3യും കൂടിയപ്പോൾ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5. 5 ഡക്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് കറക്റ്റാണ് അല്ലേ? 2 + 3 = എത്രയാണ്? 5 ആണ് വരുന്നത്. 2 ducklings walked ahead to get beside their mother's side. One was still behind. നേരത്തെ നടക്കുമ്പോൾ 3 പേര് അമ്മയുടെ ബാക്കിലായിരുന്നു അല്ലേ? അതിൽ 2 പേര് ഇപ്പം നടന്ന് അമ്മയുടെ അടുത്തെത്തി. ഡാഷ് ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട്. എത്ര പേരാണ് ഇപ്പോൾ ഫ്രണ്ടിലുള്ളത്? 2 പേര് തന്നെയാണ് അല്ലേ? 1 2. 2 ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട്. 2 പേരാണ് മുൻപിലുള്ളത്. ഡാഷ് ഡക്ലിങ്സ് എലോങ് സൈഡ്. അമ്മയുടെ കൂടെ എത്ര പേരാണ് നടക്കുന്നത്? 1 2. എത്ര പേരാണ്? 2 പേര് അല്ലേ? 2 ഡക്ലിങ്സ് എലോങ് സൈഡ്.
ഡാഷ് ഡക്ലിംഗ് ബിഹൈൻഡ്. ഇനി ഏറ്റവും പിന്നിലുള്ളത് എത്ര ആളാണ്? ഒരു ഡക്ക് മാത്രമാണ് അല്ലേ? വൺ ഡക്ലിംഗ് ബിഹൈൻഡ്. പറഞ്ഞിരിക്കുന്നത് ഡാഷ് ആൻഡ് ഡാഷ് മേക്ക് ഡാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അമ്മയുടെ കൂടെ നടന്നിരുന്ന 5 പേരെ എണ്ണി നോക്കി അല്ലേ? 2 + 3 മേക്ക് 5 എന്ന് എണ്ണി നോക്കി അല്ലേ? ഇനി എത്രയൊക്കെയാണിത്? 2 + 2 alongside + 1 behind equal to 1, 2, 3, 4, 5 അല്ലേ? The 2 ducklings with the mother walked ahead. Dash ducklings in front, dash ducklings behind, and dash make dash. ഇപ്പോൾ ഇനി എന്താ പറയുന്നത്? അമ്മയുടെ കൂടെ നടന്നിരുന്ന 2 താറാകുട്ടികൾ കണ്ടില്ലേ? അവർ രണ്ടുപേരും നടന്ന് ഫ്രണ്ടിലെത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 2 പേര് ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. അതുകൂടാതെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് കൂടി അങ്ങോട്ട് നടന്നു ചെന്നു. ഇപ്പോൾ ടോട്ടൽ എത്രയായി? ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ 4 ഡക്ലിങ്സ് ഇൻ ഫ്രണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തെ 2 പേരും ഇപ്പോൾ ചെന്ന 2 പേരും. അപ്പോൾ 1, 2, 3, 4 4 പേരായി. ഇനി ബാക്കിലുള്ളത് ഒരാൾ മാത്രമാണ് അല്ലേ? 1 ഡക്ലിങ്സ് ബിഹൈൻഡ്. അപ്പോൾ 4 and 1 make 5. അമൽ, ഇമ ആൻഡ് തിത്തിരി റീച്ച്ഡ് ദ ഗാർഡൻ. അമലും ഇമയും തിത്തിരിയും ഗാർഡനിൽ എത്തി, പൂന്തോട്ടത്തിൽ എത്തി. കണ്ടോ? നിറയെ പൂക്കളുണ്ട്. കൗണ്ട് ആൻഡ് റൈറ്റ്. ഓരോ ഫ്ലവേഴ്സും എത്രയുണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫ്ലവറും നോക്കാം. ഏതൊക്കെയാണ്? ആദ്യമുള്ളത് ബ്ലൂ പീസ് ആണ് അല്ലേ? ബ്ലൂ പീസ് 1 എണ്ണി നോക്കൂ. 1, 2, 3, 4 4 എണ്ണമാണ് ഉള്ളത് അല്ലേ? ബ്ലൂ പീസ് എന്ന് പറഞ്ഞാൽ ശംഖുപുഷ്പം. ഇനി രണ്ടാമത്തത് ഏതാണ്? വൈറ്റ് ലില്ലി. എത്ര എണ്ണ ഉള്ളത്? 1, 2, 3, 4, 5. ഇനിയുള്ളത് ഷൂ ഫ്ലവർ ആണ്, ചെമ്പരത്തി. ചെമ്പരത്തി എത്രയാണുള്ളത്? 1 ഒരു ചെമ്പരത്തി മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത് മെരിഗോൾഡ് ആണ്. എന്താണ്? ചെണ്ടുമല്ലിപ്പൂവ്. അത് എത്രയുണ്ട്? 1, 2. ഇനിയുള്ളത് മുക്കുറ്റിയാണ്. മുക്കുറ്റി എത്രയാണ്? 1, 2, 3. ലെറ്റ് സിങ് എ സോങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പാട്ട് നിങ്ങൾക്ക് പാടി നോക്കാം. 1 ഷൂ ഫ്ലവർ പ്രെറ്റി ആൻഡ് റെഡ്. ഒരു ഷൂ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. അത് പ്രിറ്റി ആൻഡ് റെഡ് ആണ്, ചന്തത്തിൽ ചുവപ്പ് കളറുള്ള ഒരു ചെമ്പരത്തി. 2 മേരിഗോൾഡ്സ് ഓറഞ്ച് കളേർഡ്. ഓറഞ്ച് നിറത്തിലുള്ള 2 മേരിഗോൾഡ്സ്. 3 മുക്കുറ്റീസ് ഗോൾഡൻ യെല്ലോ. സ്വർണ്ണ മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റി 3 എണ്ണം. 4 ബ്ലൂ പീസ് സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുള്ള 4 ശംഖുപുഷ്പങ്ങൾ. 5 വൈറ്റ് ലില്ലീസ് ഓൺ ദ പോണ്ട്. പോണ്ടിൽ, കുളത്തിൽ, വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന വെള്ളാമ്പൽ 5 എണ്ണം. ഇതാണ് ആ സോങ്ങിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പാടി നോക്കണം. ഫ്രണ്ട്സ്, കൂട്ടുകാർ. റയാൻ ആൻഡ് ആവണി ആർ കമ്മിങ്. അമൽ പറയാണ് റയാനും ആവണിയും വരുന്നുണ്ട്. അപ്പോൾ ഇമ പറയാണ് ലെറ്റ്സ് ഷോ ദം തിത്തിരി. അവർക്ക് നമുക്ക് തിത്തിരിയെ കാണിച്ചു കൊടുക്കാം. റയാൻ ആൻഡ് ആവണി കം ടു സീ തിത്തിരി. 2 പേരും തിത്തിരിയെ കാണാൻ വന്നു. ഐ കാൺറ്റ് സീ ഹെർ, ലെറ്റ് മീ ഫീൽ ഹെർ. അപ്പോൾ റയാനെ കണ്ടില്ലേ? റയാന് കാഴ്ചശക്തി ഇല്ലാത്ത ഒരു കുട്ടിയാണ്. അപ്പോൾ കണ്ണുകൊണ്ട് തിത്തിരിയെ കാണാൻ പറ്റില്ല. അപ്പോൾ റയാൻ തിത്തിരിയെ തൊട്ടു നോക്കി. എന്നിട്ട് പറയാണ് സോ സ്മൂത്ത്. പക്ഷിയുടെ ചിറകുകൾ വളരെ മിനുസമുള്ളതാണ് അല്ലേ? അപ്പോൾ റയാൻ പറയാണ് സോ സ്മൂത്ത്, നല്ല മിനുസം എന്ന്. ഫീൽ ആൻഡ് റൈറ്റ്. തൊട്ടു നോക്കി എഴുതാം. ഹൗ ഡു വി റൈറ്റ് 1? കാഴ്ചശക്തി ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കാണാൻ കഴിയില്ല. അപ്പോൾ റയാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് 1 എഴുതുക എന്ന്.
There is a song for it. How do we write one? This is how we write one. No curve, no turn, no slant, no bend. ഒന്ന് എങ്ങനെ എഴുതാം, ഒന്ന് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ്? വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട. A little line, short and straight. That is a nice one. All for one, one for all. കുത്തനെ ഒരു വര, കുറിയ ഒരു വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി. ഇത് ആരെഴുതിയ കവിതയാണ്? കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാണ്. അപ്പോൾ മനസ്സിലായോ? ഒന്ന് എഴുതാൻ നേരെയുള്ള ഒരു വര വരച്ചാൽ ഒന്നായി. വളവോ തിരിവോ ഒന്നും അതിനില്ല. വളരെ എളുപ്പത്തിൽ വരയ്ക്കാം. നിങ്ങളൊന്ന് വരച്ചു നോക്കൂ. To write to, just feel this picture. ഇമ്മ റയാനൊരു പേപ്പർ കൊടുക്കുകയാണ്. റയാൻ മൂവ്ഡ് ഹിസ് ഫിംഗർ ഓൺ ദ സാൻഡ് പേപ്പർ കാർഡ്. സാൻഡ് പേപ്പർ കാർഡിൽ ടു എന്ന് എഴുതിയിട്ടാണ് ഇമ്മ കൊടുക്കുന്നത്. സാൻഡ് പേപ്പർ ആവുമ്പോൾ അതിന് പരുത്ത ഒരു സ്ട്രക്ചർ ആയിരിക്കും അല്ലേ? അപ്പോൾ റയാൻ അത് തൊട്ടാൽ മനസ്സിലാകും. ഓക്കെ ഇമ്മ, ഐ ഗോട്ട് ഇറ്റ് നൗ. അപ്പോൾ എങ്ങനെയാണ് ഇമ്മ എഴുതി കൊടുത്തിട്ടുണ്ടാവുക? എങ്ങനെയാണ് നമ്മളത് റയാന് മനസ്സിലാക്കി കൊടുക്കുക? റയാന് ഇതിലിങ്ങനെ കൈകൊണ്ട് വരച്ചു നോക്കിയാൽ മനസ്സിലാകും. ടു എന്ന് എഴുതാൻ പഠിക്കാം. മൈ ഡിയർ, they heard a bird crying outside. They went to the garden. ഒരു ബേർഡ് ഇങ്ങനെ മൈ ഡിയർ എന്ന് വിളിച്ച് കരയുന്ന ഒരു സൗണ്ട് കേട്ടപ്പോൾ അവർ ഗാർഡനിലേക്ക് പോയി. ഹിയർ ഈസ് യുവർ മോം. അപ്പോൾ അമൽ പറയാണ് തിത്തിരിയോട്, ഇതാ നിൻ്റെ അമ്മ. മമ്മി. അപ്പോൾ അമ്മേ എന്ന് വിളിച്ച് തിത്തിരി ഇങ്ങനെ കരയാണ്. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. 1 2 3 4 5. ആദ്യത്തേത് 5, പിന്നെ 1 2, മൂന്നാമത്തേത് 1, ഇനിയുള്ളത് 1 2 3, പിന്നെ 1 2 3 4. 5 ഗ്രൂപ്പുകളായിട്ടാണ് ബേർഡ്സിൻ്റെ പിക്ചർ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് കുറച്ച് കളർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണത്? പർപ്പിൾ, ഗ്രീൻ, റെഡ്, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ഇനി ആർക്കെങ്കിലും കളറുകൾ അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് കളർ പഠിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെയാണ് കളർ. റെഡ് ചുവപ്പ്, ബ്ലൂ നീല, ഗ്രീൻ പച്ച, യെല്ലോ മഞ്ഞ, പിങ്ക് പർപ്പിൾ വയലറ്റ്, ഓറഞ്ച് ബ്ലാക്ക് കറുപ്പ്, ബ്രൗൺ തവിട്ട് നിറം, വൈറ്റ് വെള്ള. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കളർ കൊടുക്കാനായിട്ട്. ബേർഡ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഈ കളറാണ് കൊടുക്കേണ്ടത്. ഒരു ബേർഡിന് നമ്മൾ പർപ്പിൾ കളർ കൊടുക്കണം, 2 ബേർഡിന് ഗ്രീൻ കളറ്, 3 ബേർഡിന് റെഡ് കളറ്, 4 ബേർഡിന് ഡാർക്ക് ബ്ലൂ കളർ ആൻഡ് 5 ബേർഡ്സിന് നമ്മൾ ലൈറ്റ് ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ബേർഡ്സ് ഓഫ് വിച്ച് കളർ ആർ ദ മോസ്റ്റ്. ഏത് ബേർഡ്സാണ് ഏറ്റവും കൂടുതലുള്ളത്? ഏതാണ്? ലൈറ്റ് ബ്ലൂ കളറുള്ളത് അല്ലേ? അത് എത്രയാണ്? ഹൗ മെനി? 5 ബേർഡ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കളർ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. 1 ആണോ വലുത്, 5 ആണോ വലുത്? ഒന്ന് നിങ്ങളുടെ കൈയെടുത്ത് നോക്കൂ, വിരലുകൾ നോക്കൂ. 1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ? 5 എന്ന് പറഞ്ഞാലോ 5 വിരലുകൾ നിവർത്തണം. അപ്പോൾ ഏതാണ് വലുത്? 5 ആണ് അല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറയുമ്പോൾ 5, 5ൽ നിന്ന് 1 പോയാൽ 4, 4ൽ നിന്ന് 1 എടുത്ത് മാറ്റിയാൽ എന്ത് കിട്ടും? 3, പിന്നെ 2, ലാസ്റ്റ് വരുന്നതാണ് 1. അപ്പോൾ എഴുതേണ്ടത് 5 4 3 2 1. നമുക്ക് ടെക്സ്റ്റ് ബുക്കിന് പുറത്തു നിന്നുള്ള
2 ആക്ടിവിറ്റീസും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് കളറ് ചെയ്യണം. Okay dears, complete your textbook activities and study well. See you in next class.